കേരളം വീണ്ടും നിയമസഭാ തെരഞ്ഞെടുപ്പിനൊരുങ്ങുമ്പോൾ ജനാധിപത്യ ഭരണക്രമത്തിൽ അർഹമായി വേണ്ട സ്ത്രീ പ്രാതിനിധ്യം എന്നത് ഏടിലുറങ്ങുകയാണോ? വിദേശ രാജ്യങ്ങളോട് കിടപിടിക്കുന്ന വികസനങ്ങളുള്ള കേരളത്തിന് തെരഞ്ഞെടുപ്പിലെ സ്ത്രീ പ്രാതിനിധ്യം ഇന്നും ബാലികേറാ മലയാണെന്ന് കണക്കുകൾ തെളിയിക്കുന്നു. ജാതി മത സമവാക്യങ്ങളെ കീറി മുറിച്ച് പ്രാതിനിധ്യത്തിൽ കൃത്യമായ സമവാക്യങ്ങൾ രൂപപ്പെടുത്തുന്ന രാഷ്ട്രീയ പാർട്ടികൾ എന്തുകൊണ്ടാണ് സ്ത്രീ പ്രാതിനിധ്യത്തിന് നേരെ കണ്ണടയ്ക്കുന്നത്? ഇത് ഉയരേണ്ട ചോദ്യമാണ്. സ്വാഗതം പോൾപോട്ടിലേക്ക്. 126 അംഗങ്ങളുണ്ടായിരുന്ന 1957 ആദ്യ കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആകെ ഉണ്ടായിരുന്നത് 6 വനിതാ MLA മാർ. അവരിൽ KR ഗൗരിയമ്മ കേരളത്തിലെ ആദ്യ വനിതാ മന്ത്രിയായി ചരിത്രം കുറിച്ചു. എന്നാൽ 2026 7 നൂറ്റാണ്ടിനപ്പുറം ഇപ്പോൾ നിയമസഭയിലുള്ളത് വെറും 12 വനിതകൾ. ഇവരിൽ 3 പേർ മാത്രം മന്ത്രിമാരായി. 2021 പൊതു തെരഞ്ഞെടുപ്പിൽ വിവിധ പാർട്ടികളിൽ നിന്നായി ആകെ മത്സരിച്ചത് 103 വനിതാ സ്ഥാനാർത്ഥികൾ മാത്രമായിരുന്നു. 1967 77 കേരള നിയമസഭയിൽ ഓരോ വനിതാംഗം മാത്രമാണ് ഉണ്ടായിരുന്നത്. 1996 13 വനിതകൾ തെരഞ്ഞെടുക്കപ്പെട്ടു. 1957 മുതൽ 2021 വരെയുള്ള കാലയളവിൽ വെറും 100 സ്ത്രീകളാണ് നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത്. ഏറ്റവും കൂടുതൽ വനിതാ സാമാജികർ തെരഞ്ഞെടുക്കപ്പെട്ടത് CPIM-ൽ നിന്നാണ്, 41 പേർ. കോൺഗ്രസ് 28, CPI-യുടേത് 22. 11 പേർ മാത്രമാണ് ഇക്കാലയളവിൽ വനിതാ മന്ത്രിമാരായത്. 3.5 കോടി ജനങ്ങളുള്ള സംസ്ഥാനത്ത് 52% സ്ത്രീകളെ പ്രതിനിധീകരിക്കാൻ ആകെ 12 പേർ. ലോക്സഭയിൽ കേരളത്തിൽ നിന്ന് 1 സ്ത്രീ, രാജ്യസഭയിലും 1 സ്ത്രീ. കേരളത്തിൽ ഇതുവരെ ഒരു വനിതാ മുഖ്യമന്ത്രി പോലും ഉണ്ടായിട്ടില്ല. തദ്ദേശ സ്ഥാപനങ്ങളിൽ 50% ഭരിക്കുന്നത് സ്ത്രീകളായിട്ട് പോലും നിയമസഭയിലോ പാർലമെന്റിലോ മത്സരിക്കാൻ സ്ത്രീകൾക്ക് എന്തുകൊണ്ട് അർഹമായ പരിഗണന കൊടുക്കുന്നില്ല എന്നത് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ ചിന്തിക്കേണ്ടതുണ്ട്. സംസ്ഥാനങ്ങളുടെ കാര്യമെടുത്താൽ 20% സ്ത്രീ പ്രാതിനിധ്യമുള്ള ഒരു നിയമസഭയും ഇന്ത്യയിലില്ല. ജനസംഖ്യാനുപാതികമായ പ്രാതിനിധ്യം ഭരണതലത്തിൽ നിലവിൽ വരണമെങ്കിൽ ഇനിയും നമ്മുടെ രാജ്യത്ത് പതിറ്റാണ്ടുകൾ കാത്തിരിക്കേണ്ടി വരുമെന്ന് ചുരുക്കം.